ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി മാസം 12-ാം തീയതിയാണ്. ഇന്ന് കുറേ സിനിമകൾ തിയേറ്റർ ലിസ്റ്റ് ഉണ്ട്. ഹനുമാൻ, പിന്നെ അതുപോലെ തന്നെ അയലാൻ, ക്യാപ്റ്റൻ മില്ലർ, പിന്നെ മലയാളത്തിൽ നിന്ന് സിനിമകളൊന്നും ഇല്ല. മലയാളത്തിൽ ഇന്നലെ എബ്രാഹിം ലോസ്ലർ റിലീസ് ചെയ്തു. അപ്പോൾ കുറേ സിനിമകൾ, ഗുണ്ടൂർക്കാരം, അങ്ങനെ കുറേ സിനിമകൾ ഇന്ന് പിന്നെ തിയേറ്റർ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് തിയേറ്ററിൽ പോകണോ വേണ്ടിയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഇന്ന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ട് കാണാനിടയായ സിനിമയാണ് ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് മൂവിയാണ്, ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വന്നൊരു സിനിമയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സിനിമ ഒരു യാദൃശ്ചികമായിട്ട് കണ്ടാണ്. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഹനുമാൻ കണ്ടു. തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഇപ്പോൾ മലയാളം ഡബ്ല്യൂഷനാണ് കണ്ടത്. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. ഹനുമാൻ എന്നാണ് സിനിമയുടെ ശരിക്കുള്ള പേര്. ഹനുമാനല്ല, ഹനുമാൻ. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് പ്ലോട്ടോ നോക്കാം. നമ്മുടെ നായകൻ പിന്നെ നായകനും ചേച്ചിയും ഒരു കാടിനോട് അടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരിക്കും താമസിക്കുന്നത്. അപ്പം ഒരു ദിവസം അവിടെയുള്ള പിന്നെ ഒരു കാടിനോട് അടുത്തുള്ള ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നായകന് ഒരു കാമുകി ഉണ്ടാവും. അത് വേണമല്ലോ, കാമുകി വേണമല്ലോ. അപ്പോൾ കാമുകിയെ ഒരു ദിവസം വില്ലന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കാട്ടിനുള്ളിൽ നിന്നും വില്ലന്മാരുടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായകൻ ഇറങ്ങുമ്പോൾ രക്ഷിക്കും. പക്ഷേ നായകൻ ഒരു അപകടത്തിൽപ്പെടുകയാണ്. അവർ നായകനെ അപകടത്തിൽപ്പെടുത്തുകയാണ്. ഒരു പുഴയിലേക്ക് വലിച്ചെറിയാണ്. അപ്പോൾ ആ പുഴയിൽ വെച്ച് ഒരു സംഭവം, ഒരു കല്ല് കിട്ടുകയാണ് നായകന്. അതിനുശേഷം നമ്മുടെ നായകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവബഹുലമായ സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ പ്രശാന്ത് വർമ്മയാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ പിന്നെ സിനിമയാണ് ഹനുമാൻ എന്ന ഈ ഒരു സിനിമ. സിനിമാറ്റിക് യൂണിവേഴ്സ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ട് കാര്യങ്ങളൊക്കെ വരാണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമ നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു തിയേറ്റർ അനുഭവമായിരുന്നു ഈ ഒരു സിനിമ സമ്മാനിച്ചത്. VFX സാറിന് ഇതുപോലുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് VFX മോശമായി പോയാൽ എന്ത് നല്ല പടം ആയിക്കോട്ടെ, എന്താ പറയുക, ഒരു രസം ഉണ്ടാവില്ല നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആദിപുരുഷ എന്ന സിനിമ. VFX അബദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കുറേ കാര്യങ്ങളൊക്കെ ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാനൊരു സുഖമില്ലായിരുന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 50-60 കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒരു ലോ ബജറ്റ് മൂവി എന്ന് പറയാം, ഒരു എന്താ പറയുക, വലിയൊരു ക്യാൻവാസിൽ വരുന്ന ഒരു ലോ ബജറ്റ് മൂവി. 50 കോടി 60 കോടി ബജറ്റിലൊക്കെ ഇമ്മാതിരി സാധനം എടുത്തു വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ്റെ അടുത്ത്, ഇതിൻ്റെ എഡിറ്ററെ അടുത്തൊക്കെ ഒരു 100 കോടി 200 കോടി 300 കോടിയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ, ആദ്യ വർഷമൊക്കെ അവരെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഏത് രീതിയിൽ അവർ നമ്മൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയും മികച്ച രീതിയിലാണ് VFXും CG വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു 50 കോടി, ഈ ഒരു 50-60 കോടി ബജറ്റിൽ ഈ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ 50-60 കോടി തന്നെയാണോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അറിയാവുന്നവരൊന്നും പറയട്ടോ, ഈ സിനിമയുടെ ബജറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു ബജറ്റിലാണ് അവർ ചെയ്തതെങ്കിൽ അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് VFX വർക്കും CG വർക്കും ഒക്കെ. പിന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ തെലുങ്ക് നടന്മാരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതപ്പോൾ ആ ഒരു പെർഫോമൻസ് രീതിയിലേക്ക് നമ്മൾ നോക്കണ്ട, ആക്ഷൻ രംഗങ്ങളൊക്കെ കിട്ടില്ല തന്നെയായിരുന്നു. അപ്പോൾ സൂപ്പർ ആക്ഷൻ രംഗങ്ങളായിരുന്നു. പിന്നെ നല്ല അടിപൊളി വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. തിയേറ്റർ മസ്റ്റ് വാച്ച് ആട്ടോ. തിയേറ്റർ സ്റ്റഫാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. OTT വന്നൊരു മൊബൈൽ കാണുമ്പോൾ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു തിയേറ്റർ സ്റ്റഫ് തന്നെയാണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ ആ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെയാണ്, പ്രത്യേക രസം തന്നെയാണ്. എന്തായാലും പുതിയൊരു സൂപ്പർ ഹീറോ, നമ്മൾ ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു സൂപ്പർ ഹീറോ അവതരിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് 2025 അടുത്ത വർഷമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ വർഷത്തിലും ഓരോ പാർട്ടികൾ വന്നിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കും, ഒരു യൂണിവേഴ്സാക്കി മാറ്റാനുള്ള ഒരു സംഭവമായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര നല്ല എന്താ പറയുക, സ്റ്റോറി വൈസ് തിരക്കഥ ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു തോന്നി. ബാക്കിയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. എനിക്ക് തിയേറ്ററിൽ തിരക്കഥ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നി. നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവറേജിന് മുകളിൽ, ഒരു എബോ ആവറേജ് അനുഭവമായിരുന്നു ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചത്. മസ്റ്റ് വാച്ച് ഒന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതുപോലെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സാധനം തന്നെയാണ് ഹനുമാൻ എന്ന ഈ സിനിമ. എന്തായാലും കണ്ട് എക്സ്പീരിയൻസ് നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.